അപ്പോൾ ഗൈസ്, നിറബലി കാണാൻ പോവാണ് കേട്ടോ. എന്താണ് നിറബലി എന്നല്ലേ? മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പും കൂടെ ഒരുമിച്ച് നടത്തുന്ന ഒരു കാർഷിക പ്രദർശന മേളയാണ് കേട്ടോ നിറബലി. അത് നടക്കുന്നതേ നമ്മുടെ അടുത്താണ്. അപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി വന്നാൽ അത് പങ്കെടുത്ത് വിജയിപ്പിക്കേണ്ട കടമ നമുക്കുള്ളതല്ലേ. ഇതാ കണ്ടില്ലേ, പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ കാണാൻ എന്താ രസല്ലേ. പൂക്കൾ പറിക്കരുതെന്ന് പ്രത്യേകം ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ട ആർക്കായാലും പറിക്കാൻ തോന്നില്ലേ. പിന്നെ കൺട്രോൾ ചെയ്ത് ഒരൊറ്റ നടത്താം. ഇതാ ഇത് കണ്ടോ, ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയല്ലേ. ഒരു കുടം വീണ് അതിന്ന് പൂക്കൾ ഒഴുകി വരുന്ന പോലെ ഉണ്ട് അല്ലേ. ഇത് കണ്ടില്ലേ, മണ്ണ് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളും മറ്റും കാണാൻ എന്തൊരു സ്റ്റൈലാണല്ലേ. ഫ്ലവർ ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവിടെ കുറെ സ്റ്റാളുകൾ ഉള്ളത് കണ്ടത്. എന്നാൽ അതിൽ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു പോയപ്പോൾ ദാ ഫസ്റ്റ് എൻ്റെ കണ്ണ് പിടിച്ചത് ഈ പഴയകാല മിഠായികളാണ്. അത് കണ്ടാൽ പിന്നെ വാങ്ങാതെ പോണത് എങ്ങനെയാ. പിന്നെ കൈ കിട്ടിയതൊക്കെ കുറച്ചൊക്കെ വാങ്ങി. ഇത് മലപ്പുറം ജില്ലയിലെ പ്രധാന മണ്ണിനങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടോ ഇത്. എന്തായാലും അതൊക്കെ പുതിയൊരു അനുഭവമായിരുന്നേ. എന്തായാലും വന്നതല്ലേ, ഒന്നും വാങ്ങാതെ പോയ മോശല്ലേ. അതുകൊണ്ട് ഞങ്ങളും വാങ്ങിട്ടോ, വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ. പേപ്പർ വെക്കും, പേപ്പർ വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇവരാണ് കേട്ടോ. ബ്ലൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എഴുതാനും വായിക്കാനും യൂസ് ചെയ്യുന്ന സാധനങ്ങളെ പറ്റി അവർ പറഞ്ഞു തരുന്നത്. എല്ലാം നടന്നു കണ്ടു വന്നപ്പോഴത്തേക്കും നല്ല ക്ഷീണിച്ചു. എന്നാൽ എന്തെങ്കിലും കഴിച്ചേക്കാന്ന് വിചാരിച്ച് ഭക്ഷ്യ വിപണന മേള നടക്കുന്നിടത്ത് പോയി കഴിഞ്ഞു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിലും മനസ്സിന് വലിയ തൃപ്തിയായതൊന്നുമില്ല. എനിക്കിഷ്ടായില്ല, എൻ്റെ കൂടെ വന്നവർക്കും ഇഷ്ടമായിട്ടില്ല. എന്തായാലും നിറബലി അടിപൊളിയായിരുന്നു. ഇനി വരും വർഷങ്ങളിൽ നിറബലി ഇതിലേറെ വിപുലമായ രീതിയിൽ നടത്തുമെന്നാണ് കേട്ടോ അറിയാൻ സാധിച്ചത്.